നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. മുഖക്കുരു അല്ലെങ്കിൽ പിമ്പിൾസ് നമ്മളെല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. ഒരു ഏജ് മുതൽ ഒരു ഏജ് വരെ എല്ലാവർക്കും പിമ്പിൾസ്, ചെറുതും വലുതായിട്ട് എല്ലാവർക്കും പിമ്പിൾസ് വരാറുണ്ട്. ഓയിലി സ്കിന്നും അതുപോലെ നമ്മളെ അലട്ടുന്ന വേറൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു നല്ല പരിഹാരം, അതായത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. നല്ലൊരു റെമഡി ആയിരിക്കും ഇതെന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, നമ്മൾ സൂര്യാഘാതം കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പും പിന്നെ അതിന് സ്കിൻ ടോൺ അൺഈവൺ ആയിട്ടുള്ളത് എല്ലാത്തിനൊരു നല്ല പരിഹാരമാണ് ഈ ഫേസ് പാക്ക്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫേസ് പാക്ക്. ഇത് നമുക്ക് വേണമെങ്കിൽ ഫേസ് വാഷായിട്ടും യൂസ് ചെയ്യാം. ഈ കാണുന്നത് ഉരദ്ദാലാണ്. ഉരദ്ദ എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്ന് പരിപ്പ്, ബ്ലാക്ക് ഗ്രാം എന്ന് പറയും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചെറുപയറാണ്. പിന്നെ പച്ചപ്പയർന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ഗ്രീൻ ഗ്രാം. പിന്നെ ഇത് കുറച്ച് ഓട്സ് ആണ്. എല്ലാം 2 സ്പൂൺ വെച്ച് എടുത്താൽ മതി. ഓട്സ്, ഇത് സാധാരണ ജീരകമാണ്. ജീര എന്ന് പറയുന്ന സാധാരണ ജീരകം, ഹ്യൂമിൻ സീഡ്സ്. ഇത് നമ്മുടെ ഉലുവയാണ്, മേത്തി എന്ന് ഹിന്ദിയിൽ പറയും, ഫെനുഗ്രീക്ക്. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു പൊടി കൂടി എടുത്തിട്ടുണ്ട്. ഇത് മുൽത്താനി മിട്ടിയാണ്. മുൽത്താനി മിട്ടി എല്ലാ ഷോപ്പിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. ഒരുവിധം എല്ലാ ഷോപ്പിലും, കോസ്മെറ്റിക് ഷോപ്പായാലും ഫാൻസി ഷോപ്പായാലും എവിടെയാണെങ്കിലും മുൽത്താനി മിട്ടി നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളെല്ലാം ഒരുമിച്ച് മിക്സി നന്നായിട്ട് തുടച്ച് അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഒരുമിച്ച് ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ഫേസ് പാക്കായിട്ടും ഫേസ് വാഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നിൽക്കും. മാത്രമല്ല, നമുക്കിത് ഫേസ് പാക്കായിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷായിട്ടോ യൂസ് ചെയ്യാം. അലോവേര ജെല്ലോ, പനിനീരോ, തേനോ, കുക്കുംബർ ജ്യൂസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഈ പൊടി ഉണ്ടല്ലോ, നമ്മൾ ഈ മുൽത്താനി മിട്ടിയുടെ കൂടെ മിക്സ് ചെയ്യുക. മുൽത്താനി മിട്ടിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സൂക്ഷിച്ചു വെക്കാം. ഇത് മുഖക്കുരു, പിന്നെ ചെറിയ സ്പോട്സ് വരുന്നത്, പിന്നെ സൺ ടാൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. എണ്ണമയമുള്ള സ്കിന്നിനാണ് കൂടുതൽ നല്ലത്. എണ്ണമയം ഇല്ലാത്തവരാണെങ്കിൽ, ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് പാല് കൊണ്ടോ അല്ലെങ്കിൽ തൈരിൻ്റെ കൂടെയൊക്കെ പാക്കായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ എണ്ണമയമുള്ള ആളുകൾ റോസ് വാട്ടർ, ഹണി ഇല്ലെങ്കിൽ അലോവേര ജെൽ, അതുപോലെ ഇല്ലെങ്കിൽ തക്കാളി നീര് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ചെറിയ ചെറിയ വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കണ്ടല്ലേ. ഇത് ഫേസ് പാക്കായിട്ടും അല്ലെങ്കിൽ ഫേസ് വാഷായിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം. നല്ല സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവുന്നുണ്ട്. പിന്നെ ഓയിലി സ്കിൻ ആണെങ്കിൽ അത് കുറയുന്നുണ്ട്, മൂക്കുരു വരുന്നത് കുറയുന്നുണ്ട്, പാടുകളൊക്കെ ഫേഡായി പോകുന്നുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുള്ള ആളുകൾ ഇത് റോസ് വാട്ടർ ഇല്ലെങ്കിൽ പനിനീര്, റോസ് വാട്ടർ സെയിം ആണല്ലോ, റോസ് വാട്ടർ, പിന്നെ ഹണി ഇല്ലെങ്കിൽ കക്കിരിക്ക ജ്യൂസ്, തക്കാളി ജ്യൂസ്, ഇത് വെച്ചൊക്കെ പിന്നെ നമുക്ക് പാക്കായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ വേണമെങ്കിൽ പാലോ അല്ലെങ്കിൽ തൈരോ വെച്ചിട്ട് ഇത് പാക്കായിട്ടിടാം. പിന്നെ നമ്മൾ ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ സാധാരണ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് 1 മിനിറ്റ് വെച്ച് നന്നായി കഴുകി കളഞ്ഞാൽ മതി. അല്ലാത്തവർ ഒരു 10 മുതൽ 15 മിനിറ്റ്സ് വരെ പാക്കായിട്ട് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അത് ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് നല്ല വെള്ളത്തിൽ കഴുകി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ അടുക്കളയിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വരും, ഇതൊരു പൊടി ഉണ്ടാക്കിയതെന്ന്. അല്ല, ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട്. ഓയിലി സ്കിൻ, എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ലൊരു റെമഡി ആയിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഉപകാരപ്രദമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഇതുപോലത്തെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ.